തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലെ അപകട വാർത്തയിൽ നിന്നാണ് നമ്മൾ ന്യൂസ് ആംഗിൾ തുടങ്ങിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടുതലായി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇത്ര വലിയൊരു അപകടം അവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. നമുക്ക് എത്ര വേഗതയിലാണ് ആ വാഹനം എത്തിയത് എന്ന്. 4 പേർ അബോധാവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത്. അതീവ ഗുരുതരമാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി എന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടിക്ക് നട്ടലിനാണ് പരിക്ക്. സുരേന്ദ്രൻ, ആഞ്ജനേയൻ എന്നിവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ച അപകടമാണ്. ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗമാണ്, പ്രധാനപ്പെട്ട പാതയാണ്. തിരുവനന്തപുരത്ത് പാളയത്ത് നിന്ന് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന, ശംഖുമുഖം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ആ റോഡിൽ ജനറൽ ആശുപത്രിക്ക് മുൻവശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടമാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി. രാഹുൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ രാവിലെ വന്ന വിവരങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട്? നേരത്തെ ഈ അപകടത്തിൽപ്പെട്ട 4 പേർക്കും അബോധാവസ്ഥയിലാണ്, അടിയന്തരമായ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. എന്തെല്ലാം ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് ഉച്ചയ്ക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് ഇടിയുടെ ആഘാതം മനസ്സിലാകുമായിരുന്നു. കാരണം ഈ കൈവരി അവിടെ കാണാം, ചെറുതായി കാണാം കൈവരിയുടെ 4 കാലുകൾ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് കാറ് മുന്നോട്ട്. അപ്പോൾ ഇത്രമാത്രം വേഗതയിലാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ വേഗതയിലാണ് ആ കാറ് കടന്നു പോകുന്നത്. അവർക്കൊന്ന് മാറാൻ പോലും ഒരു സമയം ലഭിക്കുന്നില്ല. ഇതിൽ നമുക്ക് ഈ വെള്ളക്കടവ് സ്വദേശികളായ 2 പേരെ യാത്രക്കാരെ കാണാം. ശ്രീപ്രിയയും ആഞ്ജനേയനുമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഒപ്പം ഓട്ടോ തൊഴിലാളി സുരേന്ദ്രൻ ആ ദൃശ്യങ്ങൾ തിരിഞ്ഞെന്ന് സംസാരിക്കുന്നുണ്ട്. അവരെ 3 പേരുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക്, ആഞ്ജനേയൻ്റെയും സുരേന്ദ്രൻ്റെയും പരിക്കുകൾ അതീവ ഗുരുതരമാണ്. അവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രമാത്രം വേഗതയിലാണ് കാർ എത്തുന്നതെന്ന് മനസ്സിലാവും. ആ സമയത്ത് റോഡിൽ വാഹനമില്ല കാരണം എന്ന് പറയുന്നുമുണ്ട്. തൊട്ടിപ്പുറത്ത് തുടക്കത്തിൽ അപ്പുറത്ത് റോഡിൽ വെച്ചിരുന്ന ടയർ പോലെയുള്ള സാധനങ്ങൾ തെറിച്ചു പോകുന്നതും കാണാം. വാഹനത്തിൻ്റെ അല്ല, റോഡിൽ ഈ ഗതാഗതം നിയന്ത്രിക്കാനൊക്കെ വെച്ചിട്ട് ടയർ തെറിച്ചു പോകുന്നതും കാണാം. അപ്പോൾ വലിയ വേഗത്തിലാണ് ഈ കാറ് വന്നിരിക്കുന്നത്. വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. കാരണം അവർ കാറ് കാണുന്നുണ്ട്, ആഞ്ജനേയൻ കാറ് കാണുന്നുണ്ട്. മാറാനുള്ള ശ്രമം നടത്തുന്നതിന് മുമ്പ് ഉണ്ടാകുന്നിടത്തുനിന്ന് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, പുറകിലേക്ക് നടന്നു മാറുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് അവരാണ് നിന്നിരുന്നത്. അവർ ആ കാറിന് തൊട്ടും നോക്കുക, ബാഗുമായി നിൽക്കുന്നവർ പതുക്കെ പുറകിലേക്ക് വരുന്നു, ഇവർ മുന്നോട്ട് പോകുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ 4 പേരിൽ ഒതുങ്ങി ഈ അപകടം എന്ന് പറയുന്നതിന് ഒരുപക്ഷെ ആശ്വാസമാണ് എന്ന് തോന്നുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി അത്ര ആശ്വാസകരമല്ല എങ്കിൽ പോലും ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ആ പ്രദേശം, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നോക്കുന്നത് ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. ആരൊക്കെ സ്കൂളുകളുള്ള പ്രദേശമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓട്ടോ ആശ്രയിക്കുന്നവരെല്ലാം ഈ കാണുന്ന പ്രദേശത്തുകൂടിയാണ് വരുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് ആശുപത്രിയുടെ CCTV ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അവിടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ വാഹനത്തിലുള്ള ഒരു സ്കൂട്ടറുകാരൻ ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ഒപ്പം ഒരു സ്ത്രീ, നേരത്തെ രതി സൂചിപ്പിച്ചതുപോലെ സ്ത്രീ തൊട്ട് ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് മാറാൻ തോന്നുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ആ ഓട്ടോയ്ക്കുണ്ടാകുന്ന പ്രകമ്പനം നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും വലിയ അപകടം ഒഴിവായി എന്ന് ഈ പറയുന്നത് പോലെ ആളുകളുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോഴും 4 പേർക്ക് വലിയ പരിക്കുകളാണ് ഈ അപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആക്സിലേറ്റർ അമർത്തി പിടിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ദൃശ്യങ്ങളിൽ കാണാം. കാരണം ആക്സിലേറ്റർ അത്രമാത്രം അമർന്നതുകൊണ്ടാണ് ഉയരമുള്ള ഈ ഫുട്പാത്താണ് അവിടെ ഉള്ളത്. എന്നിട്ടും വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കാരണം പിന്നീട് CCTVയിൽ വാഹനത്തിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം 4 പില്ലറുകൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ്, ഈ കൈവരിയുടെ 4 പില്ലറുകൾ, കാലുകൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ ആ സീനിൽ പോയപ്പോൾ, അതായത് ആ സ്ഥലത്ത് പോയപ്പോൾ തന്നെ മനസ്സിലായി എത്രമാത്രം വേഗതയിലാകും ആ കാർ എത്തിയെന്ന്. ഇപ്പോൾ ദൃശ്യങ്ങൾ അത് കുറച്ചുകൂടി വ്യക്തമായി. സംസാരിച്ചിരിക്കുന്നത് അവിടെ 3 പേരുണ്ടായിരുന്നല്ലേ, ഒരാൾക്ക് ചെറിയ പരിക്കേ ഉള്ളൂ. നേരത്തെ നമ്മളോട് സംസാരിച്ച 3 ഓട്ടോക്കാർ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഇപ്പുറത്ത് കാണാം, അതിന് സമീപത്തേക്കാണ് കാർ ഇടിച്ച് ഇവരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അല്ലേ. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് ഇടിച്ച് തെറിച്ച് വീണവർക്കാണ്. പ്രത്യേകിച്ച് ആഞ്ജനേയൻ, പിന്നീട് നേരത്തെ സൂചിപ്പിച്ച ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുരേന്ദ്രൻ, ഇവർ ഇടിച്ച് തലയിടിച്ച് വീണതിൻ്റെ ഭാഗമായി വലിയ പരിക്കുകളുണ്ടായി. ഇടിയുടെ ആഘാതത്തിലും പൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഈ പറയുന്നത് പോലെ ഈ ഫുട്പാത്തിൻ്റെ ഏറ്റവും അറ്റത്ത്, അതായത് ഫുട്പാത്തിൻ്റെ അറ്റത്ത് ഈ കൈവരിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തേക്കാണ് ഈ കാർ ഇടിച്ചു കയറുന്നത്. കാർ ഇടിച്ച് കയറുന്ന ആ വശത്തായതുകൊണ്ട് 2 ഓട്ടോറിക്ഷക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ആഞ്ജനേയനെയും ശ്രീപ്രിയയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഏറ്റവും പ്രധാനം ഇവിടെ ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട
കുമാരൻ എന്ന ഓട്ടോക്കാരൻ ഇവരോടൊപ്പം സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഓട്ടോയോട് ചേർന്ന ഭാഗത്തായിരുന്നു. അതായത് ആദ്യ ഓട്ടോയുടെ മുൻവശത്താണ് ഈ കാർ ഇടിക്കുന്നത്. ആദ്യ ഓട്ടോയുടെ മുൻവശത്ത് ഇടിച്ച് പിന്നീട് അല്പം വലത് ചേർന്ന് പോവുകയാണ്. ഈ കൈവരി ഇടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലേക്ക് വലത് ചേർന്ന് പോവുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ വലത്തേക്ക് കാറ് പോയത് കൊണ്ടാണ് കുമാരൻ ഓട്ടോറിക്ഷ ജീവനക്കാരൻ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ആ വേഗത പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വലിയ വേഗതയിലാണ് വന്നെന്ന് പറഞ്ഞു. ഒപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. ഒപ്പം ആക്സിലേറ്റർ അമർത്തി ബ്രേക്ക് ആണെന്ന് കരുതി ആക്സിലേറ്റർ അമർത്തി എന്ന് പറഞ്ഞു. ഈ വേഗത ഇത്രമാത്രം ഉണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ അതിൽ കുറച്ചുകൂടി വ്യക്തത നൽകുകയാണ്. വ്യക്തത നൽകുന്ന ദൃശ്യങ്ങളാണ്. അത്യന്തം അപകടകരമായ സാഹചര്യമായിരുന്നു നിരത്തുകളിൽ സംസ്ഥാനത്താകെ കണ്ടത്. അതിലൊന്നാണ് തിരുവനന്തപുരത്ത് 4 പേർക്ക് അതീവ ഗുരുതരമായ പരിക്ക് പറ്റുന്ന തരത്തിൽ കാർ അമിത വേഗതയിൽ ഇടിച്ചു കയറിയ സംഭവം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. രാഹുൽ ജി നാഥാണ് ആ വിവരങ്ങൾ നൽകിയത്.